BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ഏറെ നാളത്തെ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കുമൊടുവിൽ താന്തോണിത്തുരുത്തുകാരുടെ പ്രധാന ആവശ്യം ലക്ഷ്യത്തിലേക്ക്. തുരുത്തിലെ വീടുകളിലേക്ക് വെള്ളം കയറാതിരിക്കാനായി ദ്വീപിന് വേണ്ട ഔട്ടർ ബണ്ടിനുള്ള തടസ്സമാണ് ഒഴിവായത്. പദ്ധതിക്കായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതോടെയാണിത്. നിർമ്മാണ ജോലികൾ ഉടൻ തുടങ്ങുമെന്ന് TJ വിനോദ് MLA പറഞ്ഞു. കോർപ്പറേഷനിലെ 74-ാം ഡിവിഷന്റെ ഭാഗമാണ് താന്തോണിത്തുരുത്ത്. വേലിയേറ്റ സമയത്ത് വീടുകളിലേക്ക് വെള്ളം കയറുന്നതുകൊണ്ട് തുരുത്തു നിവാസികൾ ഏറെ വലയുന്നുണ്ട്. 300-ൽ ഏറെ പേർ താമസിക്കുന്ന തുരുത്തിൽ വെള്ളക്കെട്ട് ദുരിതം അനുഭവിക്കാത്തവരില്ല. ഔട്ടർ ബണ്ട് നിർമ്മാണത്തിന് ടെൻഡർ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയിരുന്നുവെങ്കിലും കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന്റെ അനുമതി ലഭിച്ചിരുന്നില്ല. വെള്ളം കയറുന്ന പ്രശ്നം രൂക്ഷമായതോടെയാണ് കഴിഞ്ഞ ഡിസംബറിൽ താന്തോണിത്തുരുത്ത് നിവാസികൾ ഗോശ്രീ ദ്വീപ് വികസന കമ്മിറ്റി ഓഫീസിന് മുന്നിലെത്തി ദിവസങ്ങളോളം പ്രതിഷേധിച്ചത്. മന്ത്രി P. രാജീവിന്റെ ശ്രദ്ധയിൽ MLA വിഷയം കൊണ്ടുവന്നിരുന്നു. തുടർന്ന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ MLA, കളക്ടർ NSK ഉമേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായും അന്നും ചർച്ച നടത്തി. ബണ്ട് നിർമ്മാണ പദ്ധതിയുടെ നിർദ്ദേശം ഭേദഗതികളോടെ വീണ്ടും കേന്ദ്രാനുമതിക്ക് സമർപ്പിക്കും. 5 മീറ്റർ വീതിയിൽ ബണ്ട് നിർമ്മാണം എന്ന പദ്ധതി നിർദ്ദേശം ആംബുലൻസിന് പോകാൻ കഴിയുന്ന വീതിയിലുള്ള ബണ്ട് എന്ന നിലയിൽ പുനഃക്രമീകരിക്കും തുടങ്ങിയ കാര്യങ്ങളും അന്നത്തെ ചർച്ചയിൽ തീരുമാനിച്ചിരുന്നു. ബണ്ട് നിർമ്മാണത്തിന് അംഗീകാരം ലഭിച്ചതോടെ ഉടൻ ജോലി തുടങ്ങാൻ MLAയുടെ നിർദ്ദേശപ്രകാരം ടെൻഡർ ചെയ്ത് കരാറുകാരൻ ജോലി ഏറ്റെടുത്തു. 2016-ൽ ഭരണാനുമതി ലഭിച്ച പദ്ധതി പല സാങ്കേതിക കാരണങ്ങൾ മൂലമാണ് മുടങ്ങിയത്. 2019-ൽ സർക്കാരിൽ നിന്ന് ഭരണാനുമതി പുതുക്കി വാങ്ങി. അനുവദിച്ച തുകയ്ക്ക് സാധ്യമായ എസ്റ്റിമേറ്റ് വീണ്ടും തയ്യാറാക്കി അനുമതി നേടിയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിച്ചതെന്നും MLA പറഞ്ഞു. മന്ത്രി P. രാജീവിന്റെ ഇടപെടൽ മൂലമാണ് വിഷയത്തിൽ സമയത്തിനകം തീരുമാനമായത്. ഹൈബിഡൻ MP, കളക്ടർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഇടപെടലുകളും എടുത്തു പറയേണ്ടതാണ്. നിർമ്മാണ ചുമതലയുള്ള മേജർ ഇറിഗേഷൻ വകുപ്പിനോട് ഉടൻ ജോലി തുടങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും TJ വിനോദ് പറഞ്ഞു. ബ്രഹ്മപുരത്ത് തീപിടുത്ത സാധ്യത ഇനി ഉണ്ടാകില്ലെന്ന മന്ത്രിയുടെ ഉറപ്പിന് പിന്നാലെ വീണ്ടും തീപിടുത്തം. മന്ത്രിയുടെ സന്ദർശനം 1 മാസം തികയും മുൻപേ ഇന്നലെ ഉച്ചയ്ക്ക് 2-ന് പുതിയ CBG പ്ലാന്റിന് സമീപത്താണ് തീപിടുത്തമുണ്ടായത്. തൃക്കാക്കര, പട്ടിമറ്റം എന്നിവിടങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകൾ എത്തി 1 മണിക്കൂറിലധികം സമയമെടുത്താണ് തീ അണച്ചത്. തീപിടുത്തമുണ്ടായപ്പോൾ തന്നെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതും മണ്ണുമാന്തി യന്ത്രങ്ങൾ പ്ലാന്റിലുണ്ടായതും തീപിടുത്തം വ്യാപിക്കാതിരിക്കുവാൻ സഹായകമായി. 2023-ലെ തീപിടുത്തത്തിന് ശേഷം പ്ലാന്റിൽ ഒട്ടേറെ സംവിധാനങ്ങൾ കൊച്ചിൻ കോർപ്പറേഷൻ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ചൂട് ശക്തമായതോടെ കൂടിക്കിടന്ന മാലിന്യത്തിന് തീ പിടിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 3-ന് മന്ത്രി MB രാജേഷ് മേയറോടൊപ്പം പ്ലാന്റ് സന്ദർശിക്കുകയും തീപിടുത്ത സാധ്യത ഇനി ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. വീണ്ടും തീപിടുത്തമുണ്ടായത് പ്രദേശവാസികൾ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പ്ലാന്റിൽ നിന്ന് പുക ഉയർന്നത് കണ്ട് ആദ്യം ഓടിയെത്തിയത് പ്രദേശവാസികളാണ്. എന്നാൽ തീപിടുത്തം പുറത്തറിയാതിരിക്കാൻ ഇവരെ സെക്യൂരിറ്റി ജീവനക്കാർ കടത്തിവിട്ടില്ല. ഫോട്ടോ എടുക്കുമെന്ന ഭയത്താലാണ് നാട്ടുകാരെ കടത്തിവിടാതിരുന്നത്. ഇത് പ്രതിഷേധത്തിന് കാരണമായി. ബയോമൈനിങ്ങിലൂടെ 75% കൂടിക്കിടന്ന മാലിന്യം സംസ്കരിച്ചതായും കോർപ്പറേഷൻ പറയുമ്പോഴും അവശേഷിക്കുന്ന 25%-ൽ തീപിടുത്ത സാധ്യത തള്ളിക്കളയാനാകില്ല. BPCLന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ഏപ്രിൽ ആദ്യത്തോടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അതോടെ പ്രതിദിനം 150 ടൺ മാലിന്യം കൂടി സംസ്കരിക്കാൻ സാധിക്കും. CBG പ്ലാന്റ് നിർമ്മാണം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് മെയ് മാസത്തോടെ കോർപ്പറേഷന്റെ 110 ഏക്കറും വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് സർക്കാരും കോർപ്പറേഷനും പ്രതീക്ഷിക്കുന്നത്. അതിനിടെ ഇത്തരത്തിലുള്ള തീപിടുത്തം പ്ലാന്റ് നിർമ്മാണത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. 2023 മാർച്ച് 2-ന് ബ്രഹ്മപുരത്ത് പടർന്നു പിടിച്ച തീ 12 ദിവസമെടുത്താണ് അണയ്ക്കാൻ സാധിച്ചത്. അന്ന് പുക മൂലം ജില്ലയിലാകെ ജനജീവിതം ദുസ്സഹമായിരുന്നു. ഈ വർഷം വേനലിന്റെ തുടക്കത്തിൽ തന്നെ തീപിടുത്തങ്ങൾ വർദ്ധിച്ചു. ചൂടുകൂടിയതും തീ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നതുമാണ് ഇതിന് പ്രധാന കാരണങ്ങൾ. വേനൽ കനത്തതോടെ പറമ്പുകളിലെയും മറ്റും പുല്ലുകൾ കരിഞ്ഞുണങ്ങിയ നിലയിലാണ്. വെയിൽ ചൂടേറ്റുണങ്ങിയ പുല്ലിന് പെട്ടെന്ന് തീപിടിക്കും. സാമൂഹിക വിരുദ്ധരുടെ ഇടപെടലും പൊതുസ്ഥലത്ത് ചപ്പുചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതും തീ പടരാനും കാരണമായിട്ടുണ്ട്. ബ്രഹ്മപുര മാലിന്യ പ്ലാന്റിൽ ബയോമാലിന്യത്തിൽ നിന്ന് തീപിടുത്തം ഉണ്ടാകാറുണ്ട്. ബയോമാലിന്യത്തിൽ നിന്നുള്ള മീഥേൻ ഉൾപ്പെടെയുള്ള വാതകങ്ങളാണ് പലപ്പോഴും കാരണം. ആക്രിക്കടകളിലെ തീപിടുത്തത്തിന് പലപ്പോഴും കാരണം ഷോർട്ട് സർക്യൂട്ടാണ്. ആക്രിക്കടകളിൽ എത്തിക്കുന്ന വയറുകളിൽ നിന്നും ലോഹഭാഗങ്ങൾ വേർതിരിക്കാൻ കത്തിക്കാറുണ്ട്. ഇങ്ങനെ കത്തിച്ച ശേഷം തീ കൃത്യമായി അണയ്ക്കാതെ പോകുന്നതും വലിയ അപകടത്തിലേക്ക് എത്തുന്നുണ്ട്.
വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ടൗൺഷിപ്പിനായി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ നഷ്ടപരിഹാര തുക എസ്റ്റിമേറ്റ് ഉടമകൾക്ക് കൈമാറുന്നതിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആശങ്ക പ്രകടിപ്പിച്ചു. നഷ്ടപരിഹാര തുക സിവിൽ കോടതിയിൽ കെട്ടിവെക്കുന്നതിന് പകരം കൈമാറുന്നത് സുരക്ഷിതമാണോ എന്നും ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ, ജസ്റ്റിസ് എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞു. ഭൂമിയുടെ ഉടമസ്ഥതാ തർക്കം കോടതിയിൽ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കാൻ സർക്കാരിനും എസ്റ്റേറ്റ് ഉടമകൾക്കും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. ടൗൺഷിപ്പ് നിർമ്മാണത്തിനും ദുരന്ത നിവാരണ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിനെ അനുവദിച്ച സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഹാരിസൺ മലയാളം ലിമിറ്റഡ് നൽകിയ അപ്പീലിലാണ് പരിഗണിച്ചത്. അപ്പീൽ ഫയലിൽ സ്വീകരിച്ച ഡിവിഷൻ ബെഞ്ച് പുനരധിവാസത്തെ ബാധിക്കുമെന്നതിനാൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യാനാകില്ലെന്നും വ്യക്തമാക്കി. വൈത്തിരിയിൽ ഹാരിസൺ നെടുമ്പാല എസ്റ്റേറ്റിന്റെ 65.41 ഹെക്ടർ ഭൂമിയും കൽപ്പറ്റയിൽ എൽസൺ എസ്റ്റേറ്റിന്റെ 78.73 ഹെക്ടർ ഭൂമിയും ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കാനുള്ള 2024 ഒക്ടോബർ 4 സർക്കാർ ഉത്തരവ് ശരിവെക്കുന്നതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ഫോർട്ട് കൊച്ചി കടപ്പുറത്തും പരിസര പ്രദേശങ്ങളിലും സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം. കടപ്പുറത്തും പരേഡ് മൈതാനത്തിന് സമീപവും സ്ഥാപിച്ച 3 ഇരിപ്പിടങ്ങൾ കഴിഞ്ഞ ദിവസം തകർത്തു. രാത്രി 11 കഴിഞ്ഞാൽ ഇവിടെ സാമൂഹിക വിരുദ്ധർ ഒത്തുചേരുന്നതായും നാട്ടുകാർ പറയുന്നു. പോലീസ് നിരീക്ഷണം കാര്യമായി ഉണ്ടാകാറില്ല. 11 കഴിഞ്ഞാൽ മധ്യബീച്ചിലെ തെരുവ് വിളക്കുകളും അണയും. പരേഡ് മൈതാനത്ത് രാവിലെ കായിക പരിശീലനത്തിനെത്തുന്ന കുട്ടികളാണ് ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ നീക്കം ചെയ്യുന്നത്. പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.